ദൈവത്തിൻ്റെ അതിവിശുദ്ധിയ നാമം വാഴ്ത്തുമാറാകട്ടെ. നിങ്ങളെ ഈ വീഡിയോയിൽ വീണ്ടുമായിട്ട് നോക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഈ ദിവസത്തിലെ നിങ്ങളോട് പറയിരിക്കുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. നീതിമുതൽ ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. ഈ വചനം നമുക്ക് പഠിപ്പിച്ച് കൊടുക്കുന്ന ഒരു വിഷയം, നാം അനേക സമയം നീതിക്ക് വേണ്ടി ഉപദ്രവിക്കപ്പെടാം. നീതിயின் മുഖാന്തരമായിട്ട് നമുക്ക് നീതി കിട്ടാതെ പോകുമെങ്കിൽ ഈ അനീതിയായിട്ടുള്ള ലോകത്തിൽ നടക്കുന്ന വിഷയങ്ങളെ നാം ഈ പ്രാക്ടിക്കലായിട്ട് വെച്ച് നോക്കുമ്പോൾ ബൈബിൾ നമുക്ക് പറഞ്ഞു കൊടുക്കുന്നത് നീതിயின் മുഖാന്തരമായിട്ട് ഉപദ്രവം വരുന്നത്. നാം മற்றവർക്ക് നീതി ചെയ്താലും അല്ല നീതിயின் മുഖാന്തരമായിട്ട് നാം എന്ന നന്മ ചെയ്താലും അത് ഈ കാലത്തിലെ ഈ ലോകത്തിലുള്ളവർ എന്നെ പറയാം, നീ തെറ്റായിട്ടുള്ള ആൾ, നീ നീതി ചെയ്തോ, നീ അനീതിയുള്ളവർ എന്ന നല്ല മനുഷ്യരെ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്ന ലോകമായിട്ടിരിക്കുന്നു. നല്ല മനുഷ്യരെ നീതിയുള്ളവരെ അനീതിയുള്ളവരെന്നും അനീതിയുള്ളവരെ നീതിയുള്ളവരെന്നും മാറ്റിയിട്ട് ജഡ്ജ് ചെയ്യുന്ന ഒരു ലോകമായിട്ട് ഈ കാലം ഇരിക്കുന്നു. അപ്പോൾ ഈ വചനം പഠിപ്പിക്കുന്നത്, ഈ നീതി നിമിത്തമായിട്ട് നമുക്ക് ഉപദ്രവം വരുമെങ്കിൽ നിങ്ങൾ സന്തോഷിപ്പിക്കുക, സ്വർഗരാജ്യം നീതിയുള്ളവർ മനുഷ്യരായിട്ട് ഇരിക്കുന്നത്. സ്വർഗരാജ്യം ആർക്കുള്ളതാണ്? നീതിயின் മുഖാന്തരമായിട്ട് ഉപദ്രവപ്പെടുന്നവർക്ക് സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. സ്വർഗരാജ്യം അവർക്ക് സ്വന്തമാകുന്നു. അപ്പോൾ ഈ വചനത്തെ കേൾക്കുന്ന എൻ്റെ പ്രിയ ജനമേ, ഈ ദിവസത്തിൽ നാം ചിന്തിക്ക വേണ്ടിയ ഒരു കാര്യം, നിങ്ങൾ നീതിயின் മുഖാന്തരമായിട്ട് ഉപദ്രവപ്പെടാമോ? ദൈവം നമ്മളെ നോക്കി പറയരുത്, നീതിயின் മുഖാന്തരമായിട്ട് ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ നാം ഭാഗ്യവാനായിട്ട് ഇരിക്കുന്നതാൽ നാം നീതിயின் മുഖാന്തരമായിട്ട് ഉപദ്രവിക്കപ്പെടുമ്പോൾ വിഷമിക്കാതെ സന്തോഷിപ്പിച്ച് നമ്മുടെ ഓട്ടത്തെ ദൈവത്തിൻ്റെ ഉള്ളായിട്ടുള്ള ക്രിസ്ത്യാനായിട്ട് ഓട്ടത്തെ നന്നായിട്ട് ഓടി നാം വിജയമെടുക്കാം. അതുമാത്രമല്ല, ഈ ലോകത്തിലെ അനേക അന്യായങ്ങൾ, അനേക ക്രൈംസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നോക്കുമ്പോൾ ദൈവം എങ്ങനെ ഉണ്ട് എന്ന് അനേകർക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകാം, ചോദ്യം. അപ്പോൾ വചനം ബൈബിളിലെ വെളിപ്പാടിൻ്റെ പുസ്തകം പറയുന്നത്, നീതിയുള്ളവർ ഇന്നും നീതി ചെയ്യുക, അനീതിയുള്ളവർ ഇന്നും അനീതി ചെയ്യുക. കാരണം കർത്താവിൻ്റെ വരവ് സമീപമായിട്ടിരിക്കുന്നു. 2-ാമത്തെ വരവ്, കർത്താവാകിയ യേശു ക്രിസ്തുവിൻ്റെ വരവ് വളരെ സമീപമായിട്ട് ഇരിക്കുന്നതാൽ ദൈവം ഈ ബൈബിളിലെ പറഞ്ഞ ഒരു വിഷയം, ഈ ലോകം വളരെ തെറ്റായിട്ടുള്ള ലോകം, ഞാൻ ഈ ലോകത്തെ ജയിച്ചു, ഈ ലോകത്തിലെ അനേക ഉപദ്രവങ്ങളുണ്ട് എന്ന കർത്താവാകിയ യേശു ക്രിസ്തു നമുക്ക് പഠിപ്പിച്ചിരിക്കുന്നു, നമുക്ക് പറഞ്ഞിരിക്കുന്നു ബൈബിളിലെ. അപ്പോൾ നാം തീരുമാനിക്കുക, ഈ ലോകത്തിലെ നമുക്ക് അനേക പോരാട്ടങ്ങൾ ഇരുന്നാലും, നമ്മളെ അനീതി ഉള്ളവരെന്ന് പറഞ്ഞാലും, നാം ദൈവത്തിൻ്റെ ബന്ധത്തിലെ ഇരുന്ന് നാം ഈ ശോധനകളെല്ലാം കടന്ന് അവർക്ക് നാം വീണ്ടുമായിട്ട് റിവെഞ്ച് എടുക്കാതെ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാവരെയും ക്ഷമിക്കുന്ന മനസ്സോടെ കൂടി എല്ലാവരെയും ക്ഷമിച്ചിട്ട് നാം സ്വർഗരാജ്യത്തിൻ്റെ പുത്രങ്ങളായിട്ട് നാം പോയി ചേരണം. അതേ ദൈവത്തിൻ്റെ ഒരു വളരെ ഏമായിട്ടിരിക്കുന്നത്. എല്ലാവരും നിത്യരാജ്യത്തെ സ്വതന്ത്രിക്കണം, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണം. അപ്പോൾ ഈ ദിവസത്തിൽ നാം തീരുമാനിക്കാം, ദൈവമേ, നിൻ്റെ നാമത്തിൻ്റെ മുഖാന്തരമായിട്ട് എന്ന ഉപദ്രവങ്ങളും ശോധനകളും വന്നാലും ഞാൻ സന്തോഷിക്കപ്പെടാം, എനിക്ക് ബലം മാത്രം നൽകണം ദൈവമേ എന്ന നാം തീരുമാനത്തോട് ഇരുന്നിട്ട് നാം നീതിயின் മുഖാന്തരമായിട്ട് അനീതിയും മുഖാന്തരമായിട്ടല്ല, നന്മ ചെയ്ത് നമുക്ക് തീമ ഉണ്ടാകുമെങ്കിൽ, നമുക്ക് തെറ്റുണ്ടാകുമെങ്കിൽ അതിന് നിമിത്തമായിട്ട് നാം സന്തോഷിപ്പിക്കണം. കാരണം സ്വർഗത്തിലെ നമുക്ക് പലനുണ്ട്, നമുക്ക് റിവാർഡുണ്ട്. നാം തീമ ചെയ്തിട്ട് മற்றവർക്ക് തീമ ചെയ്തിട്ട് അതിലെ നമുക്ക് ന്യായം കിട്ടണമെന്ന് നാം പറയാതെ ഇരിക്കണം. കാരണം നാം മற்றവർക്ക് തീമ ചെയ്യാതെ അവരെ നമുക്ക് എതിരായിട്ടുള്ളവരെ നാം റിവെഞ്ച് എടുക്കാതെ നാം ദൈവത്തിൻ്റെ നാമത്തിലെ ആ ശോധനയെ സഹിച്ചുകൊണ്ട് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ, കർത്താവേ, ഞാൻ ഒരു അന്യായം ചെയ്തിട്ടല്ല, എനിക്ക് അനേകർ അന്യായം ചെയ്യുന്നു, ഞാൻ നീതിയായിട്ട് നടന്നെങ്കിലും എനിക്ക് നീതി അല്ല, നീ നീതിയായിട്ടുള്ളവനല്ല എന്ന അനേകർ പറയാമെന്ന് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് നീതി കിട്ടും.
കാരണം നമ്മുടെ ദൈവം നീതിയുള്ള ദൈവമായിട്ട് ഇരിക്കുന്നു. അനീതി ഉള്ളവർക്ക് ദൈവമല്ല. നീതി മുഖാന്തരമായിട്ട് ഉപദ്രവിക്കപ്പെടുന്നവർ നാം എല്ലാവരും ഭാഗ്യവാനായിട്ട് ഇരിക്കുന്നു. അപ്പോൾ നീതി ഈ ലോകത്തിലെ നാം നീതിയെ മുറുകെ പിടിച്ചുകൊണ്ട് ഓടണം. കാരണം നമ്മുടെ ദൈവം നീതിയിലെ ഇഷ്ടപ്പെടുന്ന ദൈവമായിട്ടിരിക്കുന്നു. അനീതി ഉള്ളവർക്ക് അവർ ദൈവം അല്ല. എങ്കിലും വെളിപ്പാടിൻ്റെ പുസ്തകത്തിലെ 22-ാമത്തെ അധ്യായത്തിലെ നാം വായിക്കുമ്പോൾ നീതിയുള്ളവർ ഇന്നും നീതി ചെയ്യുക, വിശുദ്ധിയുള്ളവർ ഇന്നും വിശുദ്ധി അടയുക. കാരണം കർത്താവിൻ്റെ വരവ് സമീപമായിട്ടിരിക്കുന്നു. നാം നീതിയോടും വിശുദ്ധിയ ചിന്തയോടും ദൈവത്തിൻ്റെ കൽപ്പനകളെ കൈക്കൊള്ളുന്നവരായിട്ട് നാം സ്വർഗരാജ്യത്തിൽ പോയി ചേരാം. ഈ തിരുവചനം മുഖാന്തരമായിട്ട് ദൈവം നിങ്ങളെ ഓരോരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.